ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, നാം ഇന്ന് ദുഃഖശനിയിലേക്ക് പ്രവേശിക്കുകയാണ്. അലങ്കാരങ്ങളില്ലാത്ത, സംഗീതമില്ലാത്ത, മൗനം പൂണ്ട ദേവാലയമാണ് നമ്മുടെ കൺമുമ്പിൽ. വലിയ അലങ്കാരങ്ങളും ആഘോഷങ്ങളും സംഗീതവും ഇല്ലാത്ത ഒരു ദിനം. ഈ ശനി മൗന ശനിയാണ്. പക്ഷെ ഇതൊരു നിരാശയിൽ പൂണ്ട ഒരു ദിനമല്ല, മറിച്ച് പ്രത്യാശഭരിതമായ ഒരു ദിവസമാണ്. ഒരു വിത്ത് ജലത്തെ സ്വീകരിച്ച് വിടരാൻ വെമ്പുന്നതുപോലെ, ഒരു വിത്ത് ഒരു ജലത്തുള്ളിയെ സ്വീകരിച്ച് വിടരാൻ കാത്തിരിക്കുന്നത് പോലെ, കല്ലറയിൽ ഉത്ഥാനത്തെ കാത്ത് മിശിഹ വിശ്രമിച്ച ദിവസമാണിത്. ഇത് പ്രതീക്ഷയുടെ ശനിയാണ്, മൗനശനിയാണ്, വലിയ ശനിയാണ്. പ്രിയപ്പെട്ടവരെ, ആദിമസഭ ജ്ഞാനസ്നാനാർത്ഥികൾക്ക് സ്നാനം കൊടുത്തിരുന്നത് ഈ വലിയ ശനിയാഴ്ചയാണ്. കാരണം ഈശോ ഉദ്ധിതനാണ്, അവൻ ഉദ്ധാനം ചെയ്തു എന്നുള്ള വിശ്വാസം, അത് പ്രത്യാശയോടെ ഏറ്റുപറയാൻ വേണ്ടി ജ്ഞാനസ്നാനാർത്ഥിക്ക് ഏറ്റവും ഉചിതമായ ദിനം ഈ വലിയ ശനിയാഴ്ചയാണ്. അതുകൊണ്ട് ജ്ഞാനസ്നാന വ്രതങ്ങളെ നാം നവീകരിക്കുന്നതും ഈ ദിനത്തിലാണ്. നമുക്ക് വേണ്ടി നമ്മുടെ ജ്ഞാനസ്നാന മാതാപിതാക്കൾ ഏറ്റുപറഞ്ഞ വിശ്വാസത്തെ നാം ഇന്ന് ബോധപൂർവം, ബോധ്യങ്ങളോടെ ദൈവസന്നിധിയിൽ ഏറ്റുപറയുന്ന ദിവസമാണ്. ഈ ശനിയുടെ ദൈവശാസ്ത്രം, ഇതിന്റെ സന്ദേശം നമുക്ക് പകർന്നു തരുന്നത് 3 പ്രതീകങ്ങളാണ്. 1 പ്രകാശം, 2 ജലം, 3 വെള്ളവസ്ത്രം. ഇത് 3 മാമോദീസയുമായി അഭേദ്യമായിട്ട് ബന്ധപ്പെട്ട 3 പ്രതീകങ്ങളാണെന്ന് നമുക്കറിയാം. മാമോദീസയെ സ്വീകരിച്ചവരെ ആദിമസഭ വിളിച്ചിരുന്നത് പ്രകാശിതരായവർ എന്നാണ്. ഫോത്തിക്സോമിനോയി, അരൂപിയുടെ വെളിച്ചം സ്വീകരിച്ചവർ, പ്രകാശിതരായവർ, ദ ഇല്ലൂമിനേറ്റഡ്. മാമോദീസ വഴി ഒരാൾ ദൈവത്തിന് സ്വന്തമായിട്ട് മാറുകയും പരിശുദ്ധാത്മാവിന്റെ ആലയമായി രൂപാന്തരപ്പെടുകയും ചെയ്യുന്നത് വഴി അയാൾ കടന്നു പോകുന്ന എല്ലാ ഇടങ്ങളിലും അവനിൽ അരൂപിയുടെ വെളിച്ചം ഉണ്ടാവും. നീ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ പിന്നിൽ നിന്ന് ഒരു സ്വരം ശ്രവിക്കും, ഇതാണ് വഴി, ഇതിലേ പോവുക. ഈ ഒരു നിമന്ത്രണം നമ്മുടെയൊക്കെ ജീവിതത്തിലെ അനുഭവങ്ങളാണ്. ജീവിതത്തിൽ നന്മതിന്മകളെ കുറിച്ചുള്ള സംശയങ്ങൾ ഉണ്ടാകുമ്പോൾ, ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാകുമ്പോൾ പരിശുദ്ധാത്മാവ് ഉള്ളിൽ മന്ത്രിക്കുന്നില്ലേ, ഏതാണ് ശരി, ഏതാണ് തെറ്റ്? അതിനെ തിരഞ്ഞെടുത്ത് അനുഗമിക്കുക മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. ഇപ്രകാരം പരിശുദ്ധാത്മാവിന്റെ വെളിച്ചം സ്വീകരിക്കുന്നതിനെ നാം ഇന്ന് പ്രതീകാത്മകമായിട്ട് അവതരിപ്പിക്കുന്നത് പള്ളിയിൽ ദീപം തെളിച്ചുകൊണ്ടാണ്. അതിൽ നിന്ന് നാം മെഴുതിരികളെ തെളിച്ചുകൊണ്ട് നമ്മുടെ ഭവനങ്ങളിലേക്ക് യാത്രയാവും. നമ്മുടെ ഭവനങ്ങളിലെ പ്രകാശത്തെ ആ പ്രകാശം കൊണ്ട് വിശുദ്ധീകരിക്കാൻ മെഴുതിരികളെ നാം ഇന്ന് ആശീർവദിച്ച് നമ്മുടെ ഭവനങ്ങളിലേക്ക് സമൂഹിക്കാം. പ്രിയപ്പെട്ടവരെ, പ്രകാശവുമായുള്ള നമ്മുടെ ബന്ധം, യോഹന്നാന്റെ സുവിശേഷത്തിൽ അവിടെ ഇപ്രകാരം പറയുന്നുണ്ടല്ലോ, ഞാൻ ലോകത്തിന്റെ പ്രകാശമാണ്, എന്നെ അനുഗമിക്കുന്നവൻ അന്ധകാരത്തിൽ നടക്കുന്നില്ല, അവൻ ജീവന്റെ വെളിച്ചമാണ്. ഈ ജീവന്റെ വെളിച്ചത്തെ ക്രിസ്തുവിൽ നിന്ന് സ്വീകരിക്കാൻ, ഉദ്ധിതനിൽ നിന്ന് സ്വീകരിക്കാൻ, ഉത്ഥാനത്തിന്റെ മഹത്വത്തിൽ, ശോഭയിൽ പങ്കുചേരാനുള്ള ഒരു ക്ഷണമാണ് ഇന്നത്തെ ദീപം തെളിക്കലും പ്രകാശം. ജലം ക്രൈസ്തവന്റെ പ്രതീകമായി മാറിയിട്ടുണ്ട്. ആദ്യ നൂറ്റാണ്ടുകളിൽ ക്രൈസ്തവർ തങ്ങളുടെ പ്രതീകമായിട്ട് സ്വീകരിച്ചിരുന്നത് മത്സ്യത്തെയാണ്. വെള്ളത്തിൽ ജീവിക്കുന്നവൻ, വെള്ളത്തിൽ ജനിക്കുന്നവൻ. മാമോദീസ വെള്ളത്തിൽ നിന്ന് ജനിക്കുന്നവൻ എന്നുള്ള അർത്ഥത്തിലാണ് ക്രിസ്ത്യാനികൾ മത്സ്യത്തെ തങ്ങളുടെ പ്രതീകമായിട്ട് ആദ്യ നൂറ്റാണ്ടുകളിൽ സ്വീകരിച്ചിരുന്നത്. മത്സ്യത്തെ പോലെ ക്രിസ്തു സ്നാനപ്പെട്ട ജോർദാനിലെ ജലത്തിന്റെ പ്രതീകമായ ജലത്തിൽ മുങ്ങി അവന്റെ മരണത്തിലും ഉത്ഥാനത്തിലും പങ്കുചേരുക വഴി ഒരു വലിയ പ്രത്യാശയിലേക്ക് ഈ ലോകത്തെ കടന്നുപോകാൻ, മരണമെന്ന ഒരു മിഴിയടയ്ക്കലിനെ, ഒരു നിദ്രയെ സ്വീകരിച്ച് അതിൽ നിന്നും നിത്യമായ ജീവിതത്തിലേക്ക് കണ്ണു തുറക്കുന്നവർ എന്നുള്ള അർത്ഥത്തിലാണ് ജലം ഒരു പ്രതീകമായിട്ട് നാം സ്വീകരിക്കും. നമ്മളെ തന്നെയും നാം പാർക്കുന്ന ഇടങ്ങളെയും നമ്മൾ ദൈവത്തെ ആരാധിക്കുന്ന സകല ഇടങ്ങളെയും വിശുദ്ധീകരിക്കുന്നത് നാം ഇന്ന് ആശീർവദിക്കപ്പെട്ട ജലം തെളിച്ചുകൊണ്ടാണ്. ഈ ജലം പരിശുദ്ധാത്മാവിന്റെ പ്രതീകമാണ്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ നാം കാണുന്നുണ്ട്, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഭൂമി രൂപരഹിതവും ഇരുൾ നിറഞ്ഞതുമായിരുന്നു. ആഴത്തിന് മുകളിൽ ദൈവത്തിന്റെ ചൈതന്യം ചലിച്ചിരുന്നു. ആഴത്തിന് മുകളിൽ, ജലപ്പരപ്പിന് മുകളിൽ ചലിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ചൈതന്യം ആശീർവദിക്കപ്പെടുന്ന ഓരോ ജലത്തുള്ളിയിലുമുണ്ട്. അത് തളിക്കപ്പെടുന്ന എല്ലാ ഇടങ്ങളും ദൈവസാന്നിധ്യത്തിന്റെ സമൃദ്ധിയുള്ള ഇടങ്ങളായി രൂപാന്തരപ്പെടും. എല്ലാ അശുദ്ധികളും അവിടെ നിന്ന് പിൻവാങ്ങും. 3-ാമത്തെ പ്രതീകം വെള്ളവസ്ത്രം.
മാമോദീസായിൽ ശിശുവിന് വെള്ളവസ്ത്രം നൽകിക്കൊണ്ട് കാർമികൻ പറയും, മിശിഹ വിശുദ്ധി കൊണ്ട് നിന്നെ അലങ്കരിക്കട്ടെ. മാമോദീസായിലൂടെ ഒരു വ്യക്തിയുടെ പാപക്കറകളെ ജലത്താൽ കഴുകി ജന്മപാപത്തിൽ നിന്നും കർമ്മപാപത്തിൽ നിന്നും മോചിപ്പിക്കുന്നതിനെ നാം ധ്യാനിക്കുന്നുണ്ട്. ഇപ്രകാരം ദൈവസന്നിധിയിൽ നിഷ്കളങ്കരായി മാറുന്നവർ, പാപക്കറയില്ലാത്തവരായി മാറുന്നവർ ജീവിക്കേണ്ട വിശുദ്ധി നിറഞ്ഞ ഒരു ജീവിത വഴിയെക്കുറിച്ചാണ് വെള്ളവസ്ത്രം ഓർമ്മിപ്പിക്കുന്നത്. വിശുദ്ധനായ ചാവറേച്ചൻ പറഞ്ഞല്ലോ, മാമോദീസായിൽ എനിക്ക് കിട്ടിയ ദൈവകൃപയെ ഞാൻ ഒട്ടും നഷ്ടപ്പെടുത്തിയിട്ടില്ല. ഈ വെള്ളവസ്ത്രം നമ്മുടെ ജീവിതത്തിന്റെ ഓരോ വഴിത്താരകളിലും നമ്മെ കാത്തിരിപ്പുണ്ട്. ആദ്യ കുർബാന സ്വീകരണത്തിൽ നാം വെള്ളവസ്ത്രം ധരിച്ചാണ് ഈശോയെ സ്വീകരിച്ചത്. അതുപോലെ വിവാഹത്തിൻ്റെയും അതുപോലുള്ള മറ്റു കൂദാശകളുടെയും ഇടങ്ങളിൽ നാം ആ ദൗത്യങ്ങളെ ഏറ്റെടുത്തത് ശുഭ്രവസ്ത്രധാരികളായിട്ട്. ഒടുവിൽ അന്ത്യയാത്രയ്ക്ക് നാം ഒരുങ്ങുമ്പോൾ നമ്മുടെ മുഖത്തണിയിക്കുന്ന ഒരു വെള്ളത്തൂവാലയുണ്ട്. അത് മാമോദീസായിൽ കിട്ടിയ ആ വെള്ളവസ്ത്രത്തിൻ്റെ പ്രതീകവും തുടർച്ചയുമാണ്. മാമോദീസായിൽ നാം എങ്ങനെ ആരംഭിച്ചോ, എന്തുമാത്രം വെണ്മയോടെ ആ വസ്ത്രത്തെ സ്വീകരിച്ചോ, അതേ വെണ്മ അവസാന ശ്വാസം വരെ സൂക്ഷിച്ചു നിലനിർത്തി എന്നതിൻ്റെ പ്രതീകമാണ് നാം മുഖത്തണിയിക്കുന്ന ആ വെള്ളവസ്ത്രം. പ്രിയപ്പെട്ടവരെ, മാമോദീസ എന്ന കൂദാശയിലൂടെ മിശിഹായുടെ ദൈവത്തിൻ്റെ സ്വന്തമായിട്ട് മാറിയവരാണ്, മക്കളായിട്ട് മാറിയവരാണ് നാം ഓരോരുത്തരും. അവൻ തന്ന പ്രകാശം നമ്മിൽ നിന്ന് ജ്വലിക്കുന്നുണ്ട്. തിമോത്തിയോട് പൗലോസ് പറയുന്നുണ്ടല്ലോ, എൻ്റെ കൈവപ്പ് വഴി നിനക്ക് കിട്ടിയ കൃപാവരം ഉജ്ജ്വലിപ്പിക്കണമെന്ന് ഞാൻ നിന്നോട് ആവശ്യപ്പെടും. ദൈവം തന്ന ആ കൊച്ചു തിരുനാളത്തെ ഉജ്ജ്വലിപ്പിക്കാനുള്ള ക്ഷണം ഈ വലിയ ശനിയാഴ്ച നമുക്ക് തരുന്നു. നാം നമ്മുടെ പാപങ്ങളെ കഴുകിക്കളഞ്ഞ ആ ജലം നമ്മെ വിശുദ്ധീകരിക്കുന്ന ജലത്തിൻ്റെ പ്രതീകമാണ്. ഈ ജലം തളിക്കപ്പെടുന്ന ഇടങ്ങളെ പോലെ നമ്മുടെ ഹൃദയങ്ങളെ വിശുദ്ധീകരിക്കാൻ, വിമലീകരിക്കാൻ നമുക്ക് ബാധ്യതയുണ്ട്, ഉത്തരവാദിത്വമുണ്ട്. ദൈവം തന്ന വിശുദ്ധിയുടെ വെള്ളവസ്ത്രത്തെ അഭംഗുരം കാത്തു സൂക്ഷിക്കാൻ, അതിൽ പാപത്തിൻ്റെ കറകൾ പതിക്കാതിരിക്കാൻ, അത് മലിനമാവാതിരിക്കാൻ വലിയ ജാഗ്രതകൾ നമുക്ക് ആവശ്യമുണ്ട്. അവസാനമായി പ്രിയപ്പെട്ടവരെ, മാമോദീസ എന്ന കൂദാശ പരികർമ്മം ചെയ്യുമ്പോൾ കാർമികൻ ശിശുവിൻ്റെ നെറ്റിയിൽ നൽകുന്ന ഒന്നാമത്തെ ഒരു ഉഷ്മയുണ്ട്, കുരിശടയാളമുണ്ട്. അത് കഴിഞ്ഞ മാമോദീസയുടെ തുടർച്ചയാണ്. ഈ മാമോദീസ സൂചിപ്പിക്കാൻ വേണ്ടി കഴിഞ്ഞ മാമോദീസയിൽ രണ്ടാമത്തെ റുഷ്മയിൽ ഉപയോഗിച്ച തൈലത്തെ സൂക്ഷിച്ചു വെച്ച് ആ തൈലം കൊണ്ടാണ് റുഷ്മ നൽകുന്നത്. അവിടെ കാർമികൻ തൻ്റെ ചൂണ്ടുവിരൽ കൊണ്ട് തൈലമെടുത്ത് ശിശുവിൻ്റെ നെറ്റിയിൽ താഴ്ന്ന മുകളിലേക്കും വലത്തുനിന്ന് ഇടത്തേക്കുമാണ് റുഷ്മ ചെയ്യുന്നത്. ചൂണ്ടുവിരൽ ഒരു വ്യക്തിയെ ഭൂമിയിൽ നിന്ന് സ്വർഗത്തിലേക്ക് ഉയർത്തുന്നതിൻ്റെ പ്രതീകമാണ്. അതുപോലെ തന്നെ ഒരാൾക്ക് സ്വർഗം ചൂണ്ടിക്കാണിക്കുന്ന ദിശാസൂചികയുമാണ് ചൂണ്ടുവിരൽ. അതിനുവേണ്ടിയാണ് ഈ റുഷ്മയിൽ ചൂണ്ടുവിരൽ ഉപയോഗിക്കുന്നത്. രണ്ടാമതായി വലത്തുനിന്ന് ഇടത്തേക്ക് റുഷ്മ ചെയ്യുന്നത് ഒരു വ്യക്തിയിലുള്ള പരിശുദ്ധാത്മാവിൻ്റെ പ്രകാശത്തെ അന്ധകാരത്തിൻ്റെ ഇടമായ ഇടതുവശത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി അവിടം കൂടി പ്രകാശിതമാക്കും. വിശുദ്ധിയെ ജീവിതത്തിൻ്റെ എല്ലാ ഇടങ്ങളിലേക്കും വ്യാപിപ്പിക്കുന്നു, പ്രസരിപ്പിക്കുന്നു എന്ന് സൂചിപ്പിക്കാം. ഇപ്രകാരം ഒരു വ്യക്തിയെ ഭൂമിയിൽ നിന്ന് ദൈവത്തെങ്കിലേക്ക് ഉയർത്തുന്നു. ഭൂമിയുടെ കെട്ടുപാടിൽ പെട്ടുകിടക്കുന്നവർക്ക് സ്വർഗത്തിൻ്റെ കവാടം ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്ന ഒരു അടയാളമായിട്ട് ഈ റുഷ്മ നിലകൊള്ളുകയാണ്. പഴയ മനുഷ്യനെ ഉരിഞ്ഞു മാറ്റി പുതിയ മനുഷ്യനെ ധരിപ്പിക്കുന്ന ഒരു കർമ്മമാണ് ഇവിടെ സംഭവിക്കുന്നത്. ഒരാളെ ക്രിസ്തീയ ജീവിതത്തിലേക്ക് പ്രവേശിപ്പിക്കുമെന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ദേവാലയത്തിൻ്റെ പ്രധാന കവാടത്തിൽ വെച്ച് ഈ കൂദാശ പരികർമ്മം ചെയ്യുന്നത്. പ്രിയപ്പെട്ടവരെ, നാമൊക്കെ ശിശുക്കളായിരുന്നപ്പോൾ ജ്ഞാനസ്നാന മാതാപിതാക്കൾ നമ്മെ ദേവാലയങ്ങളിലേക്ക് സംവഹിച്ചു. ജ്ഞാനസ്നാനം എന്ന കൂദാശ നമുക്ക് നൽകാൻ അവർ സാക്ഷികളായി. നമുക്ക് വേണ്ടി അവർ വിശ്വാസം ഏറ്റുവാങ്ങി. ഇന്ന് ഈ വലിയ ശനിയാഴ്ച നാം ദേവാലയത്തിലായിരിക്കുമ്പോൾ നമുക്ക് ഓർക്കാം, നമ്മൾ സ്നാനം സ്വീകരിച്ചത് സഭയുടെ വിശ്വാസത്തിലാണ്, സഭയിലാണ്. നമുക്ക് വേണ്ടി അത് ഏറ്റുപറഞ്ഞത് നമ്മുടെ ജ്ഞാനസ്നാന മാതാപിതാക്കളാണ്. ഇന്ന് സുബോധത്തോടെ ബോധ്യങ്ങളുടെ ഏറ്റുപറയാനുള്ളൊരു അവസരം ദൈവം നമുക്ക് തരുമ്പോൾ ഈ വ്രതങ്ങളെ നമുക്ക് നവീകരിക്കാം. ഈശോയെ, നിന്നെപ്പോലെ ജ്ഞാനസ്നാനം വഴി ഒരു ദൗത്യം സ്വീകരിക്കാൻ, ഞങ്ങളും അഭിഷിക്തരാണെന്നുള്ള ഓർമ്മയിൽ ജീവിക്കാൻ, ഞങ്ങളുടെ ജീവിതങ്ങളെ സുവിശേഷ പ്രഘോഷണത്തിൻ്റെ ഉപാധികളാക്കി മാറ്റാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.